യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. രാജാതി രാജവേ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. കർത്താതി കർത്താവേ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നേനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ഇപ്പോൾ കാലം ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിനരാത്രിയിൽ നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതലിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നമ്മെ അതിശയകരമായിട്ട് അത്ഭുതകരമായി നടത്തിയ ദൈവം ഈ പകലും നമ്മെ നടത്തുവാൻ, ഈ ദിനവും നമ്മെ നടത്തുവാൻ മതിയായ ദൈവം അത്രേ. സ്തോത്രം. നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ബലം കൊണ്ടോ ഒന്നും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ ഈ പൽക്കാലത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, മുന്നോട്ട് പോകുവാൻ വിടാതവണ്ണം നിൽപ്പാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപ, മുമ്പിൽ കടന്നു വരുന്ന പ്രശ്നങ്ങളെയും പ്രതികൂലങ്ങളൊക്കെ ജയിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന സകലതും പ്രാപിപ്പാൻ ദൈവം നമ്മുടെ മേൽ കൃപ പകരേണ്ടതിനായിട്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. ആ കർത്താവിന്റെ ഹല്ലേലൂയ വലം കൈ നമ്മെ പിടിച്ചിരിക്കുമ്പോൾ പ്രിയ ദൈവ ഇതിലെ നാം തളർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ആ നീതിയുള്ള വലങ്കരത്തിൽ നമുക്ക് മുറുകെ പിടിച്ച് യാത്ര ചെയ്യാം. നാം ക്ഷീണിച്ചു പോകാനിടയാകാതെ വേണം, തളർന്നു പോകാതെ വേണം നമ്മെ എത്തിക്കേണ്ട ഓരോ പാതകളിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മെ എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. ആമേൻ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. അതെ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസത്തെ നാം ശക്തിപ്പെടുക. സ്തോത്രം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ സംശയിക്കാതെ, അവിശ്വാസത്താൽ നാം തളർന്നു പോകാതെ, നാം വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. നാം നമ്മുടെ സാധ്യതകളിലേക്ക് നോക്കാതെ വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ സാധ്യതകളിലേക്ക് നോക്കിക്കൊണ്ട് നാം ക്ഷീണിച്ചു പോകാതെ വണ്ണം അതിൽ ഉറച്ചുകൊണ്ട് വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഈ പകൽക്കാലം ദൈവിക വാഗ്ദത്തങ്ങൾ വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെതിയ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 4-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു: ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തെ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു. ആമീൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് എഴുതി വച്ചിരിക്കുന്ന ഒരു ഭാഗം എത്രേ: ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ. സ്തോത്രം. അപ്പൊ അവിശ്വാസം കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംശയങ്ങൾ കടന്നു വരും. ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ഇത് നിറവേറുമോ എന്നുള്ളൊരു സംശയം കടന്നു വരാം. മറ്റൊന്ന്, നാം കേട്ടത് ദൈവശബ്ദം തന്നെയോ എന്നുള്ള ഒരു സംശയങ്ങൾ കടന്നു വരാം. നാം കടന്നു പോകുന്ന റൂട്ട് കറക്റ്റ് ആണോ, ഇങ്ങനെ പലവിധമുള്ള സംശയങ്ങൾ കടന്നു വരാം. പക്ഷേ അവിടെ കാണുവാൻ സാധിക്കുന്നു, കടന്നു വന്ന അവിശ്വാസത്തെ സംശയത്തിലേക്ക് ഇട കൊടുക്കുവാൻ ഇടയാക്കാതെ വണ്ണം അവിടെ വചനത്തിൽ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു, വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. ഈ പകൽക്കാലം കടന്നു വരുന്ന അവിശ്വാസങ്ങൾ തലപൊക്കുവാനായിട്ട് ഇടയായിത്തീരുമ്പോ, സാഹചര്യങ്ങൾ നിന്നെ അവിശ്വാസത്തിലേക്ക് എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരുമ്പോ അതിന് വളർന്ന് സംശയത്തിലേക്ക് എത്തുവാൻ കഴിയാതെ വണ്ണം വിശ്വാസത്തിൽ ശക്തിപ്പെട്ടുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തയ്യാറാക്കുമ്പോ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോ അബ്രഹാമിനോട് യഹോവയായ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ അതിന്റെ 5-6 വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു: പിന്നെ അവനെ പുറത്തു കൊണ്ട് ചെന്നു, നീ ആകാശത്തിലേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെ ആകുമെന്ന് അവനോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അബ്രഹാമിനോട് യഹോവയായ ദൈവം ഒരു ഉഭയസമ്മതത്തെ കൊടുക്കുകയാണ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഒരു സന്തതിയെ ദൈവം കൊടുക്കുമെന്ന് യഹോവയായ ദൈവം അബ്രഹാമിനോട് പറയുന്നു. പിന്നെ അവനെ പുറത്തു കൊണ്ട് ചെന്ന്, നീ ആകാശത്തിലേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക, നിന്റെ സന്തതി ഇവണ്ണം ആകുമെന്ന് യഹോവയായ ദൈവം അബ്രഹാമിനോട് കൽപ്പിക്കുക.
ഈ ഒരു കൽപ്പന ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ 18-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിനകത്ത് 11-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, എന്നാൽ അബ്രഹാമും സാറയും വയസ്സ് ചെന്ന് വൃദ്ധരായിരുന്നു, സ്ത്രീകൾക്കുള്ള പതിവും സാറയ്ക്ക് നിന്നുപോയി എന്നവിടെ തിരുവചനത്തിൽ കാണുന്നു. 15-ാം അധ്യായത്തിൽ അബ്രഹാമിനോട് യഹോവയെ ദൈവം വാഗ്ദത്തം കൊടുക്കുമ്പോൾ 18-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, സാഹചര്യങ്ങളെല്ലാം അവരുടെ മുമ്പിൽ പ്രതികൂലം ആകുന്നുണ്ട്. അതേ, സ്തോത്രം. വാഗ്ദത്തം കേട്ടപ്പോൾ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു കാണുമായിരിക്കാം. പക്ഷേ ഇവിടെ 18-ാം അധ്യായത്തിൽ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നുണ്ട്, സാറ വയസ്സു ചെന്ന്, അബ്രഹാമും സാറയും വയസ്സു ചെന്ന് വൃദ്ധരായിരുന്നു. അപ്പോൾ ഒന്നാമത് കാണുന്നു, അവര് വൃദ്ധരായി തീർന്നു, സ്ത്രീകൾക്കുള്ള പദം സാറയ്ക്ക് നിന്നുപോയി എന്ന് നമുക്കിവിടെ തിരുവചനത്തിൽ കാണുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ പ്രിയ ദൈവ പൈതലേ, നീ ദൈവശബ്ദം കേട്ടപ്പോ നിന്റെ മുമ്പാകെ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു കാണുമായിരിക്കാം, സാധ്യതകൾ ഉണ്ടായിരുന്നു കാണുമായിരിക്കാം, ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറാനായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്തോത്ര പ്രതീക്ഷ നിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു കാണും. പക്ഷേ നാളുകൾ മാസങ്ങൾ കഴിയുമ്പോൾ അതൊക്കെയും നിന്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി കാണുമായിരിക്കാം. ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ദൈവിക വാഗ്ദത്തം നിറവേറാനായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ലായിരിക്കാം, ഒരു സാധ്യത ഇല്ലായിരിക്കാം, പ്രതീക്ഷയ്ക്കുള്ള യാതൊരു വകയും ജീവിതത്തിൽ കാണത്തില്ലായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിരാശപ്പെട്ടു പോകാതെ വാഗ്ദത്തം ചെയ്ത ദൈവത്തിങ്കിലേക്ക് നോക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ സാഹചര്യത്തിലേക്ക്, നമ്മുടെ സാധ്യതകളിലേക്ക് നോക്കാതെ നമ്മോട് വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ സാധ്യതയിലേക്ക് നോക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അതെ, നമ്മുടെ ദൈവം ആരാ? സ്തോത്രം. മരിച്ചതിനെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം, ആകാശത്തിന്മേലും ഭൂമിയുമേലും അത്ഭുതങ്ങൾ അടയാളങ്ങളും ചെയ്യുന്ന ദൈവം. അവൻ ആലോചന വലിയവനത്രേ, പ്രവൃത്തി ശക്തിമാനത്രേ. ഹല്ലേലൂയ. ആ ദൈവം നമ്മോട് ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ ശക്തനെന്ന് ഈ പകൽക്കാലം നാം ഉറച്ചു വിശ്വസിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ പ്രിയ ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് മനുഷ്യരാൽ അസാധ്യമായതിനെ സാധ്യമാക്കി തീർക്കുന്ന ദൈവത്തിന്റെ കര നിന്റെ മേൽ ചലിക്കുവാനായിട്ടിടയെത്തിരും. ചില ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറുവാനായിട്ടിടയെത്തിരും. ഇവിടെ അവരുടെ പതിവ് തീർന്നു, വാർദ്ധക്യത്തിലായി. പക്ഷെ ഇവിടെ റോമർക്കെതിരെ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ 18-ാം വാക്യത്തിൽ നമുക്ക് 4-ാമത്തെയും 18-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു, നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. പതിവുകൾ നിന്നു പോയപ്പോഴും വാർദ്ധക്യത്തിലായപ്പോഴും ദൈവം കൊടുത്ത ശബ്ദത്തെ മുറുകെ അബ്രഹാം പിടിച്ചു. ഹല്ലേലൂയ. അതിൽ ക്ഷീണിച്ചു പോയില്ല, അതിൽ സ്തോത്രം സംശയിച്ചില്ല. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ ദൈവ പൈതലേ, നീ സംശയിക്കാതെ ദൈവം പറഞ്ഞതായ ദൈവിക ശബ്ദത്തിനകത്ത് നീ സ്തോത്രം ആശയ്ക്ക് വിരോധമായിട്ട് നീ ഒന്ന് ആശയോട് വിശ്വസിക്കാൻ തയ്യാറാകെ. ആശിക്കാനായിട്ടുള്ള യാതൊന്നും കാണത്തില്ലായിരിക്കാം. സ്തോത്രം. നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അപ്പോസ്തല പ്രവൃത്തിയിൽ വരുമ്പോ അവർ രക്ഷപ്പെടുമെന്നുള്ള ആശ വരെ നഷ്ടപ്പെട്ടു. പക്ഷേ വാഗ്ദത്തം ചെയ്ത കർത്താവ് അവർ റോമിലേക്ക് എത്തിക്കുവാനായിട്ടിടയെ തീർന്നു. എങ്കിൽ ആശകൾ നഷ്ടപ്പെട്ടു പോകുമ്പോ, പ്രതീക്ഷകൾ കൈവിട്ടു പോകുമ്പോഴും നിന്നോട് വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനായിരുന്നു. സാധ്യതകളെ നിന്റെ ജീവിതത്തിനകത്ത് ഇല്ലാതിരിക്കുമ്പോഴും സാധ്യതകളെ ഉളവാക്കി തന്ന് നിന്റെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങളെ നിറവേറ്റുന്ന ഒരു സർവശക്തനായ ദൈവമത്രേ. അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്, താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഹല്ലേലൂയ. കേട്ട വാഗ്ദത്തത്തിന് വിരോധമായി നിന്റെ മുമ്പിൽ സമ്മർദ്ദങ്ങൾ കടന്നു വരുന്നുണ്ടായിരിക്കാം. ഇനി നീ കാത്തിരിക്കണ്ട, ഇനി നീ പ്രാർത്ഥിക്കണ്ട, ഈ വിഷയത്തെ പാടെ കള എന്നൊക്കെ ഉള്ള ചിന്തകൾ കടന്നു വരുന്നുണ്ടായിരിക്കാം. പുറത്തുനിന്ന് പല സമ്മർദ്ദങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ആശയ്ക്ക് വിരോധമായിട്ട് ആശയോടെ ഒന്ന് വിശ്വസിച്ചു തുടങ്ങ്. നിന്റെ മുമ്പിൽ ചിലതൊക്കെ സാധ്യമായി തീരാ. ദൈവത്തിന്റെ വാഗ്ദത്തം എന്നായിരിക്കുമ്പോ അത് എത്ര തന്നെ ഉണ്ടെങ്കിൽ അത് എന്നത്രേ. സ്തോത്ര. ദൈവം വാഗ്ദത്തം ചെയ്ത് നിവർത്തിപ്പാൻ ശക്തനത്രേ. ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, ആശയ്ക്ക് വിരോധമായി നിന്റെ മുമ്പിൽ നിന്ന് ചില വെല്ലുവിളികൾ ഉയർത്തുന്നതിനെ നീ ഈ പകൽക്കാലം നിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്താൽ ചിലതിനെ പൊട്ടിച്ച് കളഞ്ഞിട്ട് എന്റെ മേൽ വാഗ്ദത്തം ചെയ്ത ദൈവ അത് നിവർത്തിപ്പാൻ ശക്തനെന്ന് ആശയ്ക്ക് വിരോധമായിട്ട് നീ ഇന്ന് വിശ്വസിക്കുവാൻ തുടങ്ങ്. ഹല്ലേലൂയ.
ഇവിടെ അടുത്ത് കാണുവാൻ സാധിക്കുന്നു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയ തന്റെ ശരീരം നിർജീവമായി പോയപ്പോഴും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവിത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തെ ക്ഷീണിച്ചില്ല. ആശയ്ക്ക് വിരോധമായിട്ട് അവർ ആശയോടെ വിശ്വസിക്കുമ്പോഴും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം അബ്രഹാം ഗ്രഹിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. തന്റെ ശരീരം നിർജീവമായതെല്ലാം തങ്ങൾ ഗ്രഹിക്കുവാനായിട്ടിടയെ തീർന്നു. മനുഷ്യരുടെ സ്തോത്രം പലതും ഗ്രഹിക്കുവാനായിട്ടിടയായി തീരുമ്പോ ആ ഗ്രഹിക്കുന്നതിനപ്പുറമായിട്ട് ചിലതിനെ ഉളവാക്കുവാൻ കഴിയുന്ന ഒരു സർവശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട്, തന്നെ വിളിച്ചിറക്കിയ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അരുളി ചെയ്ത ആ ദൈവത്തിന്റെ ശബ്ദത്തിന്റെ മുമ്പാകെ വിശ്വാസത്തെ ക്ഷീണിച്ചില്ല. ഹല്ലേലൂയ. സാധ്യതകൾ ഉള്ളപ്പോ നമുക്ക് വിശ്വസിക്കാൻ എളുപ്പമാണ്. ദൈവം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുവാൻ എളുപ്പമാണ്. പക്ഷേ സാധ്യതകൾ ഒന്നും ഇല്ലാതിരിക്കുമ്പോ പ്രിയ ദൈവമക്കളെ സ്തോത്രം, നമുക്ക് വിശ്വസിക്കുവാൻ പാടാ. പക്ഷേ ഇവിടെ അബ്രഹാം കാണുവാൻ സാധിക്കുന്നു, വിശ്വാസത്തെ ക്ഷീണിച്ചില്ല. ഇന്ന് പകൽക്കാലം ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോ നിന്നെ വിശ്വാസത്തെ ക്ഷീണിപ്പിച്ച് കളയുന്ന ചില മേഖലകളെ നീ പൊട്ടിച്ച് കളയുവാൻ തയ്യാറാക്കുക. നിന്നോട് വാഗ്ദത്തം ചെയ്ത് ദൈവം നിവർത്തിപ്പാൻ ശക്തനെന്ന് നീ ഉറച്ചു വിശ്വസിക്കുക. ഹല്ലേലൂയ. ദൈവവചനത്തെ ബലപ്പെടുക, ദൈവവചനത്തിൽ നീ ശക്തിപ്പെടുക. സ്തോത്ര. ദൈവത്തിന്റെ വാക്കിൽ നീ വിശ്വസിക്കുവാൻ തയ്യാറാക്കുക. അടുത്ത് കാണുവാൻ സാധിക്കുന്നു, ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ എന്ത് ചെയ്തു? അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു, ദൈവത്തിന് മഹത്വം കൊടുത്തു. പ്രിയ ദൈവമക്കൾ, ഇവിടെ നമുക്ക് കാണുവാൻ സാധിച്ച 3 കാര്യമാണ്. സ്തോത്ര. അതെ, ആശയോട് അവർ വിശ്വസിച്ചു, വിശ്വാസത്തിൽ അവർ ക്ഷീണിച്ചു പോയില്ല. അടുത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, വിശ്വാസത്തെ ശക്തിപ്പെട്ടു, ദൈവത്തിന് മഹത്വം കൊടുത്തു. ഈ പകൽക്കാലം മുമ്പിൽ നിർജീവ അവസ്ഥകളായിരിക്കാം, ആശകളൊക്കെ അറ്റുപോയതായിരിക്കാം, സംശയങ്ങൾ കടന്നു വന്ന അവിശ്വാസത്തെ നീ സംശയിക്കുന്ന വ്യക്തിയായിരിക്കാം. ഈ 3 മേഖലയും പൊട്ടിച്ച് കളഞ്ഞിട്ട്, നിന്റെ സാഹചര്യങ്ങളെ മാറ്റിവെച്ചിട്ട്, നിങ്ങളുടെ സാധ്യതകളെ മാറ്റിവെച്ചിട്ട്, നിങ്ങളുടെ വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ സാധ്യതയിലേക്ക് നോക്കുക. എന്നിട്ട് വിശ്വാസത്തെ ശക്തിപ്പെട്ടുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തുടങ്ങ്. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. എബ്രായർ ലേഖന കർത്താവ് ഇപ്രകാരം എഴുതി വെച്ചു. 11ാം അധ്യായത്തിലേക്ക് വരുമ്പോ അതിന്റെ 10ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു, വിശ്വാസത്താ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്ന് എണ്ണുകയാ, പ്രായം കഴിഞ്ഞിട്ടും പുത്രോൽപാദനത്തുള്ള ശക്തി പ്രാപിച്ചു. ഈ പകൽക്കാലം പ്രിയ ദൈവമക്കളെ, സംശയങ്ങൾ, അവിശ്വാസങ്ങൾ എല്ലാം വിട്ടിട്ട് വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ ശക്തിപ്പെട്ടിട്ട് നീ സ്തോത്രം വാഗ്ദത്തം ചെയ്ത ദൈവത്തിങ്കിലേക്ക് ഒന്ന് നോക്കാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, ആ വിശ്വാസത്തിൽ ഒന്ന് ശക്തിപ്പെടാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, ഇവിടെ സാറ എന്ത് ചെയ്തു? പുത്രോൽപാദനത്തുള്ള ശക്തി പ്രാപിച്ചു. നീ വിശ്വാസത്തിൽ ഒന്ന് ശക്തി പ്രാപിക്കുമ്പോ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടേണ്ട ദൈവിക വാഗ്ദത്തത്തിന് വേണ്ടിയുള്ള ശക്തിയെ സ്വർഗത്തിലെ ദൈവം നിന്റെ മേൽ പകരും. ഈ പകൽക്കാലം വിശ്വസിക്കാമോ? നാം ഒന്ന് വിശ്വാസത്തിൽ ശക്തിപ്പെട്ട നമ്മുടെ ജീവിതത്തിനകത്ത് ഏത് മേഖലയ്ക്കകത്താണ് ശക്തി വെളിപ്പെടുത്തേണ്ടതെന്ന് ദൈവത്തിനറിയാം. ആ ദൈവം നമ്മുടെ മേൽ ശക്തിയെ വെളിപ്പെടുത്തുവാനായിട്ടിടയെത്തരും. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാനായിട്ടിടയെത്തരും. അവര് വിശ്വാസത്തിൽ ശക്തിപ്പെട്ടപ്പോ സ്തോത്രം എബ്രായ ലേഖന കർത്താവ് എഴുതി വെച്ചു, പുത്രോൽപാദനത്തുള്ള ശക്തി പ്രാപിച്ചു. ഹല്ലേലൂയ. അതേ, വാഗ്ദത്തങ്ങൾ കേട്ടിട്ടും സാധ്യമാകാതെ ഇനി സാഹചര്യങ്ങൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കുമ്പോ പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം ഞാൻ പരിശുദ്ധാത്മാ വിളിച്ചു പറയട്ടെ, നീ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസത്താൽ ശക്തിപ്പെട്ടുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കെ. നിന്റെ മേൽ സ്തോത്രം ചില ദൈവിക വാഗ്ദത്തങ്ങൾ വെളിപ്പെട്ടു വരേണ്ടതിനായിട്ട് ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ വെളിപ്പെടും. അതുകൊണ്ട് മറിയത്തെ യേശു കർത്താവ് പറഞ്ഞത്, ഹല്ലേലൂയ, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഹല്ലേലൂയ. ആ അത്യുന്നതന്റെ ശക്തി നമ്മുടെ മേൽ നിഴലിട്ട പ്രിയ ദൈവമക്കളെ സ്തോത്ര, നമ്മുടെ മുമ്പിലുള്ള അസാധ്യങ്ങളെല്ലാം മാറിപ്പോകുക, സകലതും സാധ്യമായി തീരും. ഹല്ലേലൂയ. കർത്താവിന്റെ ദൈവത്തിന്റെ ഒരു വാക്കിന് മുമ്പിൽ ഈ ഭൂമിയിലുള്ള സകലതും ഉളവായി വന്നുവെങ്കിൽ, അധികാരമുള്ളവന്റെ ശക്തി നിന്റെ മേലേക്ക് വ്യാപരിക്കുവാനായിട്ട് ഇടയായി തീരുമ്പോ നിന്റെ ശരീരത്തിന്റെ നിർജീവത്വങ്ങൾ മാറും. ഹല്ലേലൂയ. നിന്റെ മുമ്പിൽ നിന്ന് സ്തോത്രം ഹല്ലേലൂയ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളുടെ അസാധ്യങ്ങൾ മാറുവാനായിട്ട് ഇടയായി തീരുക. നിന്റെ മുമ്പിൽ വഴികൾ തുറക്കപ്പെടുവാനായിട്ട് ഇടയായി തീരുക. നിന്റെ തലമുറകളുടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും.
അങ്ങനെ ഇവിടെ വചനത്തിൽ പറയുന്നു ഹല്ലേലൂയ, വിശ്വാസത്തിൽ അവർ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തപ്പോ എന്ത് ചെയ്യുന്നു? പുത്രോത്പാദനത്തുള്ള ശക്തി പ്രാപിച്ചു. ഈ പകൽക്കാലം സ്തോത്രം, സാധ്യതകളെ നോക്കണ്ട, സാഹചര്യങ്ങളെ നോക്കണ്ട, അരുളി ചെയ്ത ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട്, ആ ദൈവത്തിന്റെ സാധ്യതയിലേക്ക് നോക്കിയിട്ട് ദൈവത്തിനൊന്ന് മഹത്വം കൊടുക്കാമോ? എന്റെ ജീവിതത്തിനകത്ത് ഈ വാഗ്ദത്തത്തെ നിറവേറ്റി തരുന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുക. നമ്മുടെ ദൈവം മഹത്വത്തിൽ വസിക്കുന്ന ദൈവമത്രേ. നിന്റെ സ്തുതിയും സ്തോത്രം മഹത്വവും കർത്താവിന്റെ സനിലേക്ക് എത്തുമ്പോ മഹത്വത്തിന്റെ പൂർണ്ണത നമ്മുടെ മേൽ ചലിക്കുവാനായിട്ടിടയത്തിരും, മഹത്വമായിരിക്കുന്നവ നമ്മുടെ മേൽ വെളിപ്പെടുവാനായിട്ടിടയത്തിരും. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, വിശ്വാസത്തിൽ നാം ശക്തിപ്പെടുക സ്തോത്രം. അവിശ്വാസങ്ങളെ നാം പൊട്ടിച്ച് കളയുക സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ വാക്കുകൾ പ്രഖ്യാപിക്കുക സ്തോത്ര. സംശയത്തിന് യാതൊരുവിധ ഇടയും കൊടുക്കാതെ വേണം. അതേ സ്തോത്രം. ശത്രു പലതും നിന്റെ മുമ്പാകെ കൊണ്ടുവരാം, അവിശ്വാസങ്ങൾ കൊണ്ടുവരാം, സംശയിപ്പിക്കുന്ന അനുഭവങ്ങൾ കൊണ്ടുവരാം, എടുത്തു വയ്ക്കുന്ന ചുവട് ശരിയെന്നെയോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നമ്മുടെ മുമ്പിൽ സാധ്യതകൾ ഇല്ലാതിരിക്കുമ്പോൾ കൊണ്ടുവന്നിരിക്കാം. പക്ഷേ കേട്ടത് ദൈവശബ്ദമാണെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, വാഗ്ദത്തം ചെയ്ത ദൈവത്തിൽ ഹല്ലേലൂയ അത് അവിടെ കാണുവാൻ സാധിക്കുന്നു. 21 വാക്യത്തിൽ കാണുന്നത്, അവൻ വാഗ്ദത്തം ചെയ്തത് നിവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഒന്ന് ഉറയ്ക്കാമോ? നമ്മുടെ ദൈവത്തിൽ ഒന്ന് ഉറയ്ക്കാമോ? അതേ അവിശ്വാസത്തിൽ ജീവിക്കുന്നവൻ കാറ്റടിച്ചുലയുന്ന കടത്തിരയ്ക്ക് സമന. അവന് ദൈവത്തിന്റെ നിന്ന് ഒന്നും പ്രാപിക്കുവാൻ കഴിയില്ല. പക്ഷെ നീ ദൈവത്തിൽ ഒന്നിന്ന് ഉറച്ചു നിൽക്കേ. ആടി ഉലയണ്ട. ഹല്ലേലൂയ. പലതും ലോകം പറഞ്ഞിരിക്കാം, കൂടെയുള്ളവർ പലതും പറഞ്ഞിരിക്കാം. ആ വാക്കുകൾ കേട്ട് നിന്റെ വിശ്വാസത്തിന് ഒരു ഉലച്ചിൽ ഉണ്ടാക്കണ്ട. ഈ പകൽക്കാലം നീ കർത്താവിൽ ഒന്ന് ഉറച്ചു വിശ്വസിക്കുക. ഹല്ലേലൂയ. അങ്ങനെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ മേൽ നിറവേറുവാനായിട്ടിടയെത്തിരും. അങ്ങനെ കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് ഈ പൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുക. നാം വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്താൽ നാം മുന്നേറുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറേണ്ടതിനായിട്ട് ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകരം ഈ 2025 നവംബർ മാസം തീരുന്നതിന് മുമ്പേ നമ്മുടെ മേൽ കിടക്കുന്ന ചില വാഗ്ദത്തങ്ങളുടെ മറുപടികൾ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തി തന്ന് നമ്മെ മാനിപ്പാൻ ദൈവം ശക്തനത്രേ. അങ്ങനെയെങ്കിൽ ആ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രമിക്കുന്നതുകൊണ്ട് ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, അവരുടെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങളെ ഈ പകൽക്കാലം തട്ടി ഉണർത്തിക്കൊണ്ട് അവരെ വിശ്വാസത്താൽ അവരെ ശക്തി പ്രാപിക്കുന്ന പകൽക്കാലമായി തീരട്ടെ. അവരെ വിശ്വാസത്തെ ക്ഷീണിപ്പിച്ച അനുഭവങ്ങൾ അവരുടെ മുമ്പിൽ കാണുമായിരിക്കാം, സംശയങ്ങൾ കൊണ്ടുവന്ന അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണുമായിരിക്കാം. എന്നാ കർത്താവേ, അതിനൊക്കെ ഈ പകൽക്കാലം പൊട്ടിച്ചു കളഞ്ഞിട്ട് വാഗ്ദത്തം ചെയ്ത ദൈവത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ചില ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ. കർത്താവേ, വിശ്വാസത്തെ ശക്തിപ്പെടുന്ന പകൽക്കാലമായി തീരട്ടെ. ഓരോരുത്തരുടെ ഉള്ളങ്ങൾ അകത്ത് കർത്താവേ ദൈവവുമായിട്ടുള്ള ആഴമേറിയ ബന്ധം ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. കർത്താവേ, ബഹുജാതികൾക്ക് പിതാവാകുമെന്നുള്ള ദൈവിക വാഗ്ദത്തത്തിൽ ആശയ്ക്ക് വിരോധമായി ആശയോടെ അബ്രഹാം വിശ്വസിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം ഹല്ലേലൂയ ആശിക്കുവാൻ യാതൊരു വകയുമില്ല നിൽക്കുമ്പോ പ്രിയ ദൈവ മക്കളുടെ മേൽ ഈ പകൽക്കാലം അസാധാരണമായ ദൈവത്തിന്റെ കൃപ, വിശ്വാസത്തിന്റെ ഫലം യേശുവിന്റെ നാമത്തിൽ തന്റെ ജനത്തിന്റെ മേൽ ഈ പകൽക്കാലം തുറക്കട്ടെ. കർത്താവേ, വിശ്വാസത്തെ ക്ഷീണിപ്പിക്കുന്ന എല്ലാ മണ്ഡലങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറട്ടെ. അവരുടെ വിശ്വാസത്തെ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്ത് കർത്താവെ ദൈവിക വാഗ്ദത്തത്തിനുള്ള ശക്തി പ്രാപിക്കുന്ന പൽക്കലമായി തീരട്ടെ. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. സകലമാനവും മഹത്വം പുകഴ്ചയും അങ്ങേക്കായി തരുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.